നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് മിഡീവൽ ഇന്ത്യ എന്നാണ്. അപ്പൊ നമ്മളിതിന്റെ തൊട്ട് മുൻപത്തെ യൂണിറ്റില് ഏർലി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുടെ വികാസത്തെ കുറിച്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റലിസത്തിന്റെ വികാസത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഈ യൂണിറ്റിൽ നമ്മൾ മിഡീവൽ ഇന്ത്യയെ കുറിച്ചും ഇനി വരുന്ന യൂണിറ്റിൽ മോഡേൺ ഇന്ത്യയെ കുറിച്ചും, അപ്പൊ ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു പഠനം നടത്തുന്നത്. അപ്പൊ മധ്യകാല ഇന്ത്യയിലെ പ്രകൃതിവാദം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നിങ്ങൾക്ക് വേണ്ട ധാരണ, ഇന്ത്യയിലെ മധ്യകാലം എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടമാണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണം. ഇന്ത്യയിലെ മധ്യകാലം എന്ന് പറയുന്നത് സുൽത്താൻ മുഗൾ ഭരണാധികാരികളുടെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതിവാദത്തിന്റെ വികാസം, അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 8 മുതൽ 18 വരെയുള്ള കാലഘട്ടം, നൂറ്റാണ്ടുകളാണ് നമുക്ക് മധ്യകാലഘട്ടം ഇന്ത്യയിലെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് പ്രകൃതിയും അതുപോലെ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതിന്റെ തൊട്ട് മുൻപത്തെ കാലഘട്ടത്തെക്കാൾ ഒരു അല്പം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു കാലഘട്ടത്തില് വനങ്ങൾ എന്ന് പറയുന്നത് അത് രാജഭരണത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാഗം കൂടിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് വനം രാജ്യത്തിന്റെ അതായത് അധികാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ, രാജാധികാരം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ രാജാധികാരം കടന്നു ചെല്ലുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തില് മധ്യകാലഘട്ടത്തില് വനങ്ങള്. സോ വനങ്ങളെ പ്രധാനമായിട്ടും ഈ ഭരണാധികാരികൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് മധ്യകാലഘട്ടത്തില് വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് അന്ന് രാജകുമാരന്മാർക്കും അല്ലെങ്കിൽ രാജാക്കന്മാർക്കും ഒക്കെ അവരുടെ കായികമായിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും യുദ്ധതന്ത്രജ്ഞത പഠിക്കുന്നതിനും അല്ലെങ്കിൽ അവരെ യുദ്ധവീരന്മാരാക്കി വളർത്തുന്നതിനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വിനോദമായിരുന്നു മൃഗയാ വിനോദം, വേട്ട, ഹണ്ടിങ് എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് അവര് വനം ഉപയോഗപ്പെടുത്തിയിരുന്നു. കൂടാതെ വനത്തിലെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിച്ച ആഹാരത്തിന് വേണ്ടി, ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. ആൻഡ് വൺ മോർ തിങ്, അത് അവിടെ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക മൂല്യമുള്ള വസ്തുക്കള്, തേന്, വനവിഭവങ്ങള്, തേന്, അതുപോലെ അരക്ക്, ഇങ്ങനെയുള്ള പിന്നെ മറ്റു ഫലങ്ങള്, ടിമ്പർ, മരങ്ങളുടെ ടിമ്പർ മൂല്യം കണക്കാക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് വ്യാപാരം. ഈ പറയുന്ന കൊട്ടാരത്തിലെ കർഖാന എന്ന് പറയുന്നത് മുഗൾ കാലഘട്ടത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടബിൾ ഫീച്ചറാണ്. സോ കർഖാന എന്ന് പറഞ്ഞാൽ രാജകീയ ഉൽപ്പന്നങ്ങൾ, ഉരുപ്പടികൾ ഉണ്ടാക്കുന്ന, ഫേർണിച്ചറുകളൊക്കെ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളെയാണ് കർഖാന എന്ന് പറയുന്നത്. ഈ കർഖാനയ്ക്ക് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. സോ രാജകീയ കർഖാനകളിലേക്ക് വേണ്ട ടിമ്പർ, മരങ്ങള് കട്ട് ചെയ്യുന്നതും ഒക്കെ വനങ്ങളിൽ നിന്നായിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ മരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ വനത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു മുഗൾ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി വേട്ട എന്ന് പറയുന്നത് അവർക്ക് ഒരു കേവല വിനോദം മാത്രമായിരുന്നില്ല, മറിച്ച് രാജകീയമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയായിരുന്നു എന്നതും ഓർത്തിരിക്കുക. ഇനി അന്നത്തെ പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാരായിരുന്ന ബാബറും അക്ബറും ജഹാംഗീറും ഷാജഹാനും ഒക്കെ തന്നെ വേട്ടയെ ഒരു ആചാരം തന്നെയായിട്ടാണ് കണക്കാക്കിയത്. ഇനി അക്ബറിന്റെ കാലത്ത് വേട്ട ക്രമാതീതമായിട്ട് നടത്തപ്പെട്ട ഒരു കാലമായിരുന്നു. മൃഗങ്ങളെ അപ്പൊ ഈ ഒരു ക്രമാതീതമായിട്ട് ഇത് മുന്നേറിയപ്പോൾ അതിനെ ചെറിയ തോതിൽ തടയിടുന്ന പ്രവർത്തനങ്ങളും അക്ബറുടെ കാലത്ത് തന്നെ ഉണ്ടായി. അക്ബർ നമുക്ക് അറിയാവുന്നത് പോലെ എല്ലാ ഭാഗങ്ങളും, വളരെ ഈച്ച് ആൻഡ് എവറി പാർട്സ്, അതുപോലെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പൊ വനം നശിക്കുന്നത് വലിയ വിപത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വേട്ട ചെറിയ തോതില് അല്ലെങ്കിൽ ഇങ്ങനെ വിവേചനരഹിതമായിട്ടുള്ള വേട്ട തടയുന്നതിനുള്ള മാർഗങ്ങളൊക്കെ അക്ബർ സ്വീകരിച്ചിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പ്രീ കൊളോണിയൽ കാലഘട്ടം കൂടിയാണ്. പിന്നീട് വരുന്നത് കൊളോണിയൽ കാലഘട്ടമാണ്. നമുക്കറിയാം ജഹാംഗീറിന്റെ കാലഘട്ടം മുതൽ ഇവിടെ തോമസ് റോയ് ഒക്കെ വരുന്നുണ്ട് അല്ലെ, ബ്രിട്ടീഷ് ഭരണമൊക്കെ ഇവിടെ ഇങ്ങനെ സ്ട്രോങ് ആവുന്നുണ്ട്. സോ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് പ്രീ കൊളോണിയൽ പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പൊ കോളനിവാദത്തില് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വനങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിവാദത്തോടുള്ള സമീപനം വരുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നുള്ള ഒരു പീരീഡ്, അതിനെ പ്രീ കൊളോണിയൽ പീരീഡ് എന്ന് കൂടി പറയാം. സുസ്ഥിര ഉപജീവനം എന്ന ആശയവും അതുപോലെ സാമൂഹ്യ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനിർമ്മാണം ഒക്കെ നടന്നു വന്ന ഒരു പീരീഡ് കൂടിയാണ് ഈ ഒരു കാലഘട്ടം.
ഈ ഒരു കാലഘട്ടത്തിലാണ് കൃഷിയെയും വനത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതി ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തു. എന്ന് വെച്ചാൽ ജൂമിങ് കൃഷി രീതിയൊക്കെ, വെട്ടിച്ചുട്ട് കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഇനി ഗ്രാമസഭകളും ജാതി പഞ്ചായത്തുകൾക്കും ഒക്കെ ഈ വനവിഭവങ്ങൾ ഉപയോഗിക്കാനും അത് കളക്ട് ചെയ്യാനും ഒക്കെയുള്ള അധികാരമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വനത്തിന്റെ സംരക്ഷണം കൂടി ഈ ഭാഗത്തെ ഏൽപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു പ്രീ കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രകൃതിവാദം എന്താണ്, മുഗൾ അതുപോലെ സുൽത്താൻ കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യയുടെ മധ്യകാലത്തിൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ യൂണിറ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഇതിന്റെ കുറച്ചുകൂടി കാലം മുന്നോട്ട് പോയതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് പഠിക്കും. ഓക്കെ, താങ്ക് യു.